ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. UR റാവു ഇന്ത്യയുടെ സ്പേസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. അതോടൊപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ സെക്രട്ടറിയായും ISROയുടെ ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. ഉത്തരവാദിത്തമേറിയ ഈ 3 ജോലികളിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ റാവുവിൻ്റെ തുടക്കം കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ്. 8ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം നേടിയവരാരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. എങ്കിലും റാവു പഠിച്ചു. ഹൈസ്കൂൾ പഠനം പൂർത്തിയായപ്പോൾ ചിലരുടെ സഹായത്തോടെ കോളേജിൽ പോയി. കുട്ടികൾക്ക് ട്യൂഷൻ നൽകിയാണ് കോളേജ് പഠനം പൂർത്തിയാക്കുന്നതിനുള്ള തുക കണ്ടെത്തിയിരുന്നത്. ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ റാവുവിന് സ്കോളർഷിപ്പ് ലഭിച്ചു. ബനാറസിൽ നിന്ന് MSc ബിരുദം സമ്പാദിച്ചു. അദ്ദേഹം മൈസൂർ സെൻറ്റ് ഫിലോമിനാസിൽ ലെക്ചററായി. പിന്നീട് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെത്തി PhD കരസ്ഥമാക്കി. അപ്പോഴേക്കും അമേരിക്കയിലെ പ്രശസ്തമായ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചു. അമേരിക്കയിലെ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് അവിടെ തന്നെ നല്ല ജോലിയും ലഭിച്ചു. എന്നാൽ ഭീമമായ തുക ശമ്പളമായി ലഭിച്ചിട്ടും അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ISROയുടെ മുൻ ചെയർമാൻ വിക്രം സാരാഭായ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വിളിച്ചപ്പോൾ രാജ്യത്തെ സേവിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം ഇന്ത്യൻ ബഹിരാകാശ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയുടെ പ്രിയപുത്രനായി. റാവുവിനെന്നും ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ടായിരുന്നതായി സാധാരണ ആളുകൾ പറയും. റാവു വളർച്ചയുടെ അഗ്രകോടിയിൽ എത്തിയെങ്കിൽ അതിന് കാരണം സ്ഥിരമായിട്ടുള്ള പരിശ്രമവും കഠിനാധ്വാനവും തന്നെ. അതോടൊപ്പം വിജയിക്കണമെന്നുള്ള അടങ്ങാത്ത മോഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളൊന്നും തന്നെ എളുപ്പത്തിൽ നേടാൻ സാധിക്കണമെന്നില്ല. അതിന് നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളവർ കഷ്ടപ്പാടിലൂടെയും സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്തും നേടിയതാണ്. ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി അധ്വാനിച്ച് എന്തെങ്കിലും നേടുമ്പോൾ മാത്രമാണ് ആ നേട്ടത്തിന് യഥാർത്ഥത്തിലുള്ള മാധുര്യം ഉണ്ടാകൂ.